ഇത് ഉള്ളിൽ കുറച്ചുകൂടി ക്രീമി ആയിട്ടാണ് നിൽക്കണേ. പുറം ഭാഗം നല്ല ക്രഞ്ചി ആയിട്ട്. ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള വലിയ ഉള്ളി ഞാനൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കണേ. ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള 4 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണേ. വീണ്ടും നമ്മൾ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള മല്ലിയിലാണ് ഇതേപോലെ ഇട്ട് കൊടുക്കണേ. പൊടിച്ചതായി തന്നെ ഇടണേ കുരുമുളക് പൊടി കേട്ടോ. കാശ്മീരി മുളക് പൊടി തന്നെയാണ് ചേർക്കണത്. മഞ്ഞൾപ്പൊടി, നാടൻ മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാലയും കൂടി ചേർക്കണ്ടേ. മൈദപ്പൊടി ഇപ്പൊ ഞാൻ 2 സ്പൂണാണ് ഇട്ടിരുന്നേ. ഇപ്പൊ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്താൽ പൊടികളും കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇതൊന്നൊരു മുട്ട എടുത്തിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മള് 4 മുട്ടയും ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. മിക്സ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ ഉരുണ്ട കിട്ടണില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മൈദപ്പൊടി ചേർത്താൽ മതി കേട്ടോ. 2 മുട്ട എടുത്ത് ഇങ്ങനെ ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു മുട്ടയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മുകളിലേക്കൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കുക. ചൂടായ വെളിച്ചെണ്ണയ്ക്കാണ് നമ്മൾ ഓരോന്നായിട്ട് പെറുക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കണേ. നന്നായിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് വേവിച്ചു. ഇപ്പൊ ഇതിക്ക് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇത് പൊടുവണ്ണിന്റെ ഇല കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഓരോന്നായി ഇങ്ങനെ വെച്ചെടുക്കുക. അപ്പൊ എന്താ സാധനം എന്നറിയാം എനിക്ക്? കുമ്പിൾ മുട്ട ഉണ്ട. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കഴിക്കാൻ തുടങ്ങിയാൽ നിർത്തൂല.